KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ ഉൾപ്പെട്ട KSU പ്രവർത്തകനെ ജോലിയിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്ക്. പുറത്താക്കിയത് KSU നേതാവ് ഗണേഷ് ആറ്റൂരിനെ. കിള്ളിമംഗലം സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു ഗണേഷിനെ ജോലിയിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കത്ത് നൽകിയിരുന്നു. കത്തിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിനാണ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ മുന്നറിയിപ്പ്. ഇടിമിന്നലിനൊപ്പം ശക്തമായ കാറ്റും വീശാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. രാജസ്ഥാനിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീപിടിച്ച് 20 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. തീപിടിച്ചത് ജയ്സാൽമീറിൽ നിന്ന് ജോധ്പൂരിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിന്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. ഇസ്രായേലി ബന്ധികളുടെ മൃതദേഹം കൂടി വിട്ടു നൽകി ഹമാസ്. നീക്കം ഹമാസ് ആയുധം താഴെ വെക്കണമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ. ഗസയിൽ നടന്ന ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. കരാർ ലംഘിച്ചത് ഹമാസ് എന്ന ഇസ്രായേലിന്റെ വിശദീകരണം. ഹമാസ് കരാർ ലംഘിച്ചതിനാൽ ഗസയിലേക്കുള്ള അന്താരാഷ്ട്ര സഹായം നിയന്ത്രിക്കാനുള്ള നീക്കവുമായി ഇസ്രായേൽ.